നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇതെല്ലാം ഇരുട്ടിന്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. അപ്പൊ അത് ഇരുട്ടിലാണ് നിക്ഷേപം എന്നാണ് യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 45:3 എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇരുട്ടിലൂടെ ദൈവം കടത്തി വിട്ടിട്ടില്ലെങ്കിൽ നിക്ഷേപം കിട്ടത്തില്ല. അപ്പൊ നിക്ഷേപത്തെ ഇരുട്ടിൽ കൊണ്ടുവച്ചിട്ട് നിന്റെ നിക്ഷേപം ഇരുട്ടിലാണെന്ന് പറയുമ്പോൾ ഇരുട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ നിക്ഷേപം കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ലെവലിൽ നിൽക്കുന്നതിന്റെ കാരണം ഒരുപാട് ഇരുട്ടിലൂടെ കടന്നു പോയതാണ്. ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു പ്രയാസവും ഒരു പ്രശ്നമില്ലാത്തവരാണ്. പക്ഷേ വിതയുണ്ട്, കൊയ്ത്തുണ്ട്. വിതയ്ക്കുന്ന സമയത്ത് നിങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്ന് ദൈവം ഉപയോഗിക്കപ്പെടുന്ന ഏത് ദൈവദാസന്മാരെ നിങ്ങളെടുത്തോ അവരെല്ലാം ഇരുട്ടിലൂടെ കടന്നു പോയതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് തന്നു. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇരുട്ടിൽ ഞാൻ പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കണം. അപ്പൊ ഇരുട്ടിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് അല്ലേ? നമ്മുടെയൊക്കെ പ്രയാസത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടത്. നല്ല സമയം നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നല്ല സമയത്ത് ആരും വളർന്നിട്ടില്ല, വളരുന്നതെന്നും ഇരുട്ടിലാണ്. അതുകൊണ്ട് ഇരുട്ട് വേണ്ടെന്ന് പറയരുത്. ആ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു രാത്രിയെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞു. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തവിടത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഏത് ഇരുട്ടിലൂടെ നിങ്ങൾ കടന്നു പോയാലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.